PMAY പദ്ധതിയിലെ വീടുകളിൽ ലോഗോ വെക്കുന്നതിൽ തെറ്റില്ലെന്ന് തദ്ദേശ മന്ത്രി KM ഷാജി. പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണം എന്ന് താൻ പറഞ്ഞിട്ടില്ല. LDF സർക്കാർ PMAY കരാറിൽ നിന്ന് പുറകോട്ട് പോയത് പണമില്ലാത്തതുകൊണ്ടാണ്. EMSന്റെ പേര് പറഞ്ഞ് വീട് നൽകിയവർ PMAY പദ്ധതി എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്നും മന്ത്രി KM ഷാജി ചോദിച്ചു. 1,60,000 വീടുകൾ ലൈഫ് മിഷൻ കൊടുത്തിരിക്കുന്നത് PMAYയുടെ വീടുകൾ. ഇത് കൊടുത്തിരിക്കുന്ന PMI വീട് എന്ന് മാത്രമല്ല, ആ വീടുകളിൽ എന്തുണ്ട്, എംപ്ലോയ്മെന്റ്. ഇത് കുടുംബശ്രീയുടെ 2004-11-2023 സർക്കുലറാണ്. പദ്ധതി പ്രകാരം നിർമ്മിച്ച മുഴുവൻ വീടുകളിലും ഇതേ മാതൃകയിൽ അവസാന ഗഡു നൽകുന്നതിന് മുമ്പ് ലോഗോ, ഗുണഭോക്താവിന്റെ വിവരങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കേണ്ടതാണ്. സർക്കാർ എന്തുകൊണ്ടാണ് ഈ PMAY കരാറിൽ നിന്ന് പുറകോട്ട് പോയത് അറിയാം? വളരെ കൃത്യമാണ്. പുറകോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സർക്കാരിന് സ്റ്റേറ്റ് വിഹിതം കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. ഈ ലോഗോയുടെ പുറത്ത് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെയോ ഫോട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറയണ ഞാൻ ചെയ്യും. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി. ദീപക്, ഈ PMAY പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ചിത്രം ഇതിൽ വെക്കണം എന്ന് KM ഷാജി പറഞ്ഞതായിട്ടുള്ള വാർത്ത വിവാദമായിരുന്നു. ഈ കരാറിൽ നിന്ന് LDF പിന്നോട്ട് പോകാനുള്ള കാരണം പണമില്ലാത്തത് കൊണ്ടാണെന്നാണ് KM ഷാജി പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ലോഗോ വെക്കണമെന്നല്ലാതെ പ്രധാനമന്ത്രിയുടെ ചിത്രം ഇവിടെ എവിടെയുണ്ട് എന്ന് കാണിച്ചു തരൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് KM ഷാജിയുടെ ഈ വിഷയത്തിലെ നിലപാട്? ഗോപി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PMAY എന്ന ലോഗോ വയ്ക്കാം എന്നുള്ള നിലപാടാണ് ഈ തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി പറഞ്ഞത്. മറ്റൊരു കാര്യം, ഇതിൽ പ്രധാനമന്ത്രിയുടെ പടം, അതായത് മോഡിയുടെ പടം ഉള്ളതുകൊണ്ടാണ് ഈ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങുന്നത്. 1,60,000 വീടുകൾ PMAY പ്രകാരം കേരളത്തിൽ LDF സർക്കാരുള്ള സമയത്ത് നൽകിയിട്ടുണ്ട്. അതിലൊന്നും തന്നെ മോഡിയുടെ പടമില്ല. ഈ മോഡിയുടെ പടം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്നും കേന്ദ്ര കരാറിൽ നിന്നും പിന്മാറാൻ കാരണം കേരളത്തിന് ആ പണം നൽകാനുള്ള വിഹിതമില്ല എന്നതിൻ്റെ പേരിലാണ്. ഇതാണ് KM ഷാജി തദ്ദേശ സ്വയംഭരണ മന്ത്രി ഇന്ന് ആരോപിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, EMSന്റെ പേരിൽ EMS ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കിയ ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് PMAY പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയെ എതിർക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹം ഈ ലോഗോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇതിലെവിടെയാണ് പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പടമുള്ളത്? എല്ലാ കാലത്തേക്കുമുള്ള പ്രധാനമന്ത്രിമാരുടെ പേരുകളാണ് ഇതിൽ പറയുന്ന PMAY എന്നുള്ളത്. അതിൽ മോഡിയുടെ പേരില്ല, മോഡിയുടെ പടമില്ല. പിന്നെ എന്തിനാണ് എതിർക്കുന്നത്? അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ അദ്ദേഹം ഡൽഹിയിൽ പോയി നഗരകാര്യ വകുപ്പുമായുള്ള ചർച്ചയിൽ ഏർപ്പെടുകയാണ്. സ്വാഭാവികമായും ഈ ലോഗോ വെച്ചുകൊണ്ടുള്ള വീടുകൾ തുടരും, അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് KM ഷാജി വ്യക്തമാക്കിയത്. ഗോപികൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.